യഥാർത്ഥത്തിൽ ഗവർണറുമായി ആശയവിനിമയം നടത്തേണ്ടത് ആർട്ടിക്കിൾ 167 പ്രകാരം അതിനുള്ള അവകാശം മുഖ്യമന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി മുഖേന മാത്രമേ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യാവൂ എന്നിരിക്കെ എങ്ങനെയാണ് ഗവർണർ നേരിട്ട് ഇവരുടെ യോഗം വിളിക്കുക? ഞങ്ങൾ പറയുന്നത് അത് മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല. ഗവൺമെൻറ് അറിയാതെ ഒരിക്കലും അങ്ങനെ യോഗം നടക്കില്ല. ഇനിയിപ്പോൾ ഗവൺമെൻറ് അറിയാതെയാണ് ഈ യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർ തലസ്ഥാനത്ത് തുടരാൻ യോഗ്യരാണോ? അപ്പോൾ ഇതെല്ലാം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള സതീശൻ്റെ യാത്ര പലതരം ഡീലുകൾ ഉറപ്പിച്ചിട്ടുള്ള യാത്രയായിരുന്നു. അതിനുശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഗവർണറുമായി ഏറ്റുമുട്ടാൻ ഞാനില്ല എന്ന്. ഗവർണറുമായി ഈ കേരളത്തിൽ ഏറ്റുമുട്ടിയത് എന്തെങ്കിലും സ്വത്ത് തർക്കത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ, എന്തെങ്കിലും വ്യക്തിപരമായ ഈഗോ ക്ലേഷിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിൽ പലതരത്തിലും RSSന് വേണ്ടി ഇടപെടൽ നടത്തിയപ്പോഴാണ് ഗവർണറുമായി ഇവിടെയുള്ള ഇടതുപക്ഷവും SFIയും DYFും എല്ലാം പരസ്യമായ സമരത്തിലേക്ക് പോയത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയേണ്ടത്? ഗവർണർ തെറ്റായ കാര്യം ചെയ്താൽ അപ്പോൾ നിലപാട് അറിയിക്കാം എന്ന് പറയുന്നതിന് പകരം വളരെ അഡ്വാൻസായി ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലും ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡീലിൻ്റെ ഭാഗമായി എല്ലാം കോംപ്രമൈസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗങ്ങളൊക്കെ.